എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു അടിപൊളി വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ന്യൂസ് പേപ്പർ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 സെറ്റ് ന്യൂസ് പേപ്പേഴ്സാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പല സൈസിൽ 3 സൈസിലുള്ള നമ്മുടെ സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിതുപോലെ വെച്ചതിന് ശേഷം ക്രോസ് ആയിട്ടും ഈ സെയിം ലെവലിൽ, അതായത് ഫസ്റ്റ് വലുത് വയ്ക്കണം, അതിനുശേഷം ഇതിലൂടെ കുഞ്ഞത് വെക്കണം, അതിനുശേഷം തീരെ കുഞ്ഞത് വയ്ക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ സ്റ്റിക്കുകൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം, അതിനുശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് താഴ്ഭാഗത്തും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മൾ സാധാ ഫെവിക്കോളാണെങ്കിലും മതി. ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് കുറച്ച് താമസം എടുക്കും ഒന്ന് നന്നായിട്ട് ഒട്ടി കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ സെയിം രീതിയിൽ തന്നെ താഴ്ഭാഗത്തും നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ഫ്രെയിം ഇത്തിരി വലുതാണ്, അതുകൊണ്ട് എനിക്ക് ഒരു ഭാഗം മാത്രമേ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുള്ള് കാണിക്കാതെ ഒരു ഭാഗം മാത്രമായിട്ട് കാണിച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ഗോൾഡൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് അടിച്ചു കൊടുത്താൽ മതി, ഒരുപാട് ഡാർക്കായിട്ട് അടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഗോൾഡൻ കളർ എടുക്കുമ്പോൾ നല്ലതായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഗോൾഡൻ കളർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ ഇച്ചിരി ഡാർക്ക് ഗോൾഡൻ കളറാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുൾ അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതുപോലത്തെ 2 ലീഫുകൾ ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കളർ അടിച്ചെടുക്കണം. അപ്പം അതിന് കളറടിക്കാൻ വേണ്ടി ഞാനിവിടെ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ബ്ലൂ മെറ്റാലിക് കളറുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു 3 കോട്ടെങ്കിലും അടിച്ചു കൊടുക്കണം, എന്നാലേ ഉള്ളൂ കറക്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് 3 ഗോൾഡൻ ഷെയ്ഡുകളും അതുപോലെ തന്നെ 2 നമ്മുടെ ബ്ലൂ മെറ്റാലിക് കളറുകളും അടിച്ചു കൊടുക്കാം. അപ്പോൾ ലീഫിൻ്റെയൊക്കെ പിക്ചേഴ്സ് നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡ്രോയിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ലീഫുകളൊക്കെ ട്രേസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ബ്ലൂ മെറ്റാലിക് കളേഴ്സ് അടിച്ചു കൊടുക്കാം. ഇതും ഒരു 3 ലെയേഴ്സൊക്കെ അടിക്കണം, എന്നാലേ ഉള്ളൂ കറക്റ്റ് ആ ഷെയ്ഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 5 ലീഫുകൾ ഇവിടെ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രെയിമിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലീഫുകൾ ഒട്ടിക്കാനായിട്ട് ഇവിടെ കുറച്ച് സ്റ്റിക്കുകളോട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കുകളെല്ലാം കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ സ്റ്റിക്കുകളായിട്ട് ഇതുപോലെ കൂട്ടി കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതിൽ നല്ലത് ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതാണ്. ഇത്തിരി ഒട്ടാൻ താമസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഏറ്റവും നല്ലത് ഫെവിക്കോൾ തന്നെയാണ്. കാരണം നമ്മുടെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ ഗ്ലൂ എല്ലാം അങ്ങ് വിട്ടുപോകും. അപ്പം ഫെവിക്കോളാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ സ്റ്റിക്കുകളും ഒന്ന് ഒട്ടിച്ചെടുക്കണം.
അങ്ങനെ നമ്മൾ സ്റ്റിക്കുകളെല്ലാം കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രെയിമിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ അടിഭാഗത്തേക്കായിട്ട് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഗ്ലൂ കൊണ്ട് തന്നെ യൂസ് ചെയ്യുന്നേ. അങ്ങനെ നമ്മുടെ സ്റ്റിക്കുകളെല്ലാം നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്റ്റിക്കാവാൻ വേണ്ടി ഞാനിവിടെ ഒരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലീഫുകൾ ഓരോന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് എന്തെങ്കിലും റീഅറേഞ്ചസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഞാൻ നമ്മുടെ ലീഫിൻ്റെ അറ്റത്തെ ആ തണ്ട് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് വൃത്തികേടായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലീഫുകളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ലീഫുകൾ ഓരോന്നുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ലീഫുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വർക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വാർണിഷൂടെ അടിച്ചു കൊടുക്കണമെങ്കിൽ വാർണിഷൂടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ കുഞ്ചൂസ് ക്രാഫ്റ്റിൻ്റെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്കും ഫോളോ ഒക്കെ ചെയ്യണേ ഒന്ന്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ബൈ ബൈ.